ഇന്നത്തെ നമ്മുടെ ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ ഈ സായാഹ്ന പ്രഭാത മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ തിരുവചനം സംസാരിക്കുന്നത് പാസ്റ്റർ KC ജോൺസൺ, എഫ്രാത്ത് മിഷൻ ചർച്ച്, അയർക്കുന്നം, കോട്ടയം. കർത്താവിൻ്റെ ദാസനെ ഞാൻ ആഴ്ചതോറും ഒരു മീറ്റിങ്ങിൽ കാണാറുണ്ട്. ഗോഡീസ് ലവ് എന്ന് പറയുന്ന ഒരു പ്രയർ മീറ്റിംഗ് സൗദിയിൽ നിന്ന് നടത്തുന്ന ഒരു പ്രയർ മീറ്റിങ്ങിൽ, ഒരു സൂം മീറ്റിങ്ങിൽ എല്ലാ ആഴ്ചയും ഞാൻ കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച രാത്രിയാണ്. കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞ 1.5 വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെ ദിവസം തോറും കാണാറുണ്ട്, ഒന്നും സംസാരിക്കാറില്ല. എന്നാൽ ഇന്ന് കർത്താവിൻ്റെ ദാസനെ അന്നമ്മ സിസ്റ്ററാണ് നമ്പർ തന്നത്. ഞാൻ എല്ലാ ആഴ്ചയും കാണാറുണ്ടായിരുന്നു. നമ്പർ തന്നത് അന്നമ്മ സിസ്റ്ററാണ്. അങ്ങനെയാണ് ഇതിലേക്ക് വിളിക്കുന്നതിന് ഇടയായിത്തീർന്ന കർത്താവിൻ്റെ ദാസന് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് ആശീർവദിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യത്തിലായിരിക്കുന്നതിൽ വളരെ സന്തോഷം. കർത്താവ് തൻ്റെ ദാസനെ ധാരാളമായിട്ട് സഹായിക്കട്ടെ, ചെയ്യുന്ന ആ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ തിരുവചനം സംസാരിക്കുമ്പോൾ ദയവായിട്ട് എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണമേ എന്ന് ഞാൻ സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. നമ്മൾ വചനം ദിവസവും കേൾക്കുന്നുണ്ട്, കേട്ട് മറക്കുന്നവരായിട്ടല്ല, കേട്ട് നമുക്ക് തന്നെ അത് ശിക്ഷാപതിക്കിടയാകുന്നതിനല്ല, നമുക്ക് അനുഗ്രഹമാകുന്നതിന് വേണ്ടി സാന്നിധ്യബോധത്തോടുകൂടെ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസന് ഇന്ത്യൻ സമയം 6:55, 6:58 വരെ സമയമുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ദൈവതിരുനാമം മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹീതമായ ഒരു നല്ല പ്രഭാതവും ഒരു സന്ധ്യായാമത്തിലേക്കും നാം എത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ആദരണീയനായ കർത്താവിൻ്റെ ദാസൻ മാസ്റ്റർ അനീഷ് ജെ കരിങ്ങ, ചിക്കാഗോ, താൻ എല്ലാ ദിവസവും നടത്തി വരുന്ന ഈ പ്രയർ ഫെലോഷിപ്പിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്തൃദാസൻ ഓർപ്പിച്ചതുപോലെ തന്നെ എല്ലാ ആഴ്ചകളിലും വെള്ളിയാഴ്ചകളിൽ ഞങ്ങൾ ഒന്നിച്ച് കാണാറുണ്ട്. വളരെ വലുതായിട്ടൊന്നും പരിചയപ്പെടാൻ അന്ന് കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് എനിക്ക് വളരെ എൻ്റെ ഹൃദയങ്ങളെ തട്ടി ഉണർത്തിയ നല്ല അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ ഒരിക്കൽ കേൾക്കുവാൻ കഴിഞ്ഞു. എന്നാൽ ഈ പ്രയർ ലിങ്കിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തത് ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസി ഹൗസ് ഓഫ് പ്രയർ ഗ്രൂപ്പിന്റെ ചീഫ് അഡ്മിൻ ആയിരിക്കുന്ന കർത്തൃദാസി അന്നമ്മ ജോസ് ആന്റിയാണ് എന്നെ ഇതിലേക്ക് പരിചയപ്പെടുത്തുകയും ഈ പ്രയർ ഗ്രൂപ്പിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതും അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസിയാകുന്നു. ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥന ലീഡിങ് ചെയ്യുവാനുള്ള കൃപ കർത്താവ് കൊടുത്തല്ലോ. വളരെയധികം ആന്റിയോടും അനീഷ് പാസ്റ്ററോടും ഒക്കെ വളരെ നന്ദിയും സ്നേഹവും കടപ്പാടും ഉണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. വളരെ അനുഗ്രഹീതമായ നിലയിൽ എല്ലാ പ്രഭാതങ്ങളിലും, ഇന്ത്യൻ സമയ പ്രഭാതങ്ങളിലും പ്രാർത്ഥിക്കുവാൻ, ഇടിവിൽ നിൽക്കുവാൻ, ദൈവവചനത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഒരുക്കിയെടുക്കുന്ന ഈ ചിക്കാഗോ പ്രയർ ഗ്രൂപ്പിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് എല്ലാവരെയും വളരെ ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് 1 പത്രോസിന് എഴുതിയ ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1 പത്രോസിന് എഴുതിയ ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. സ്വർഗപിതാവേ, തിരുനാമത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ തിരുവചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്.
ഏതാത്മാവിൽ എഴുതിയോ അതേ ആത്മാവിനാൽ വിവേചിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ, പറയുവാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവാം ദൈവം ദാസനെ കരങ്ങൾ എടുക്കണം, ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവൻ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കർത്താവെ തന്റെ ജനത്തെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരിടത്ത് പ്രഭാതവും മറ്റൊരിടത്ത് രാത്രിയും ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ ബഹുമാനിപ്പെട്ട കർത്തൃദാസൻ പാസ്റ്റർ അനീഷ് പാസ്റ്റർക്കും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവദാസന്മാര്, സഹോദരങ്ങൾ, സഹോദരിമാര് ഏവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. 1 പത്രോസിന് എഴുതിയ ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുവാൻ കർത്താവ് കൃപ തന്നു. ഇതിൽ നിന്നും ഒരുപാട് ആശയ സമ്പുഷ്ടമായിരിക്കുന്ന ഒരുപാട് ചിന്തകൾ, ഒരുപാട് സന്ദേശങ്ങൾ ഈ വാക്യത്തിലൂടെ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുന്നുണ്ട്. എന്നെ സന്തോഷിപ്പിച്ച ചില ചിന്തകൾ നമുക്കൊന്നിച്ച് നമ്മൾ പങ്കുവയ്ക്കാൻ പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല പ്രസംഗിക്കുന്നത്, ശുശ്രൂഷിക്കുന്നത്. നിങ്ങളും എൻ്റെ കൂടെയുള്ള നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന എൻ്റെ ശുശ്രൂഷയ്ക്ക് വളരെ ആക്കം കുറിക്കുന്നു എന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ട് ഈ വചനങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് സർവകൃപാലുവായ ദൈവം ചെയ്യുന്ന 3 കാര്യങ്ങൾ. ഈ വാക്യത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, ഈ വാക്യത്തെ ആശ്രയിച്ചുകൊണ്ട് പറയുന്ന പോയിന്റുകൾ മാത്രമാണ്. സർവകൃപാലുവായ ദൈവം ചെയ്യുന്ന 3 കാര്യങ്ങൾ. അത് എന്തൊക്കെയാണെന്ന് ഈ അല്പ മിനിറ്റ് കൊണ്ട് നമുക്ക് പങ്കുവെക്കാം. നമുക്ക് ഏവർക്കും അറിയാം, പത്രോസിന്റെ ലേഖനം, പത്രോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ് 2 ലേഖനങ്ങളും. 1, 2 പത്രോസിന്റെ ലേഖനം, പത്രോസ് തന്നെ എഴുതപ്പെട്ട കാര്യങ്ങളാണ്. ഏകദേശം AD 63-64 കാലഘട്ടത്തിൽ ഈ പുസ്തകം എഴുതപ്പെട്ടു എന്നുള്ളതാണ്. ആർക്ക് എഴുതി എന്നുള്ളതാണ്. ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർക്കും പരദേശികളുമായുള്ളവർക്ക് വേണ്ടി എഴുതപ്പെട്ട, അനുഗ്രഹിക്കപ്പെട്ട ഒരു പൊതുവായ സാർവത്രികമായ ലേഖനമാണ് പത്രോസിന്റെ ലേഖനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ പത്രോസിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ വളരെ രസകരമായ ചിന്തകൾ നമ്മുടെ ചിന്തകളിലേക്ക് പരിശുദ്ധാത്മാവ് തരുന്നുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായിരുന്നു പത്രോസ്. എന്നാൽ 2-ാം ലേഖനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന വലിയൊരു സത്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ യേശുക്രിസ്തുവിന്റെ ദാസൻ എന്നുള്ള ഒരു ചിന്തയാണ് അവിടെ കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതിന്റെ ആശയം മറ്റൊന്നുമല്ല, ഞാൻ യേശുവിന്റെ ദാസനാണ്, യേശുവിന്റെ സെർവന്റാണ്, ഞാൻ യേശുവിന്റെ അടിമയാണ് എന്നുള്ളതാണ് പത്രോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പത്രോസ് എന്ന വാക്കിന് വിവിധങ്ങളായ പേരുകൾ നമുക്ക് പത്രോസിനെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ഷീമോൻ, പത്രോസ്, കേഫ, ഇങ്ങനെ വിവിധ പേരുകളാൽ പത്രോസിനെ അറിയപ്പെടുന്നുണ്ട്. ഇതൊന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പക്ഷേ എന്നല്ല, ഇതൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കത് അറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ അഭിമാനം കൊള്ളുകയാണ്. പത്രോസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും, അവൻ മീൻപിടുത്തക്കാരനായിരുന്നു, മത്സ്യബന്ധനക്കാരനായിരുന്നു. 2ാമത് ദ്രുതഗതിക്കാരനായിരുന്നു. പെട്ടെന്ന് മുറി കണ്ടേ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പത്രോസ് എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാൻ കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, ചില സമയത്ത് പത്രോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശ്വാസത്തിന്റെ അത്യുച്ചകോടിയിൽ നിലനിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ തന്നെ വേഗം വിശ്വാസത്തിൽ നിന്നും താഴേക്ക് പോകുന്ന കാഴ്ചപ്പാട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ കഷ്ട അനുഭവത്തിന് സാക്ഷിയായിരുന്നു ഈ പത്രോസ് എന്ന് പറയുന്ന വ്യക്തി. അടുത്തത് കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷിയിൽ ഒരു വ്യക്തിയായിരുന്നു പത്രോസ് എന്ന് പറയുന്ന വ്യക്തി. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തത് ഇങ്ങനെയായിരുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നാണ്
അദ്ദേഹം പറയാൻ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ഒരുക്കിയെടുത്തത്. ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഈ പ്രഭാതയാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമായി, ദൈവത്തിന്റെ ജീവനുള്ള സന്ദേശമായി, നമ്മുടെ ഹൃദയങ്ങളെ തട്ടി ഉണർത്തുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ മാംസപ്പലകൾ കോറിയിട്ട് സൂക്ഷിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അവിടുന്ന് ഒരുക്കട്ടെ, എന്നെ ഒരുക്കട്ടെ എന്ന ആത്മാവിൽ ഞാൻ ആത്മാർത്ഥതയോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വായിച്ച വേദവാക്യം ഇങ്ങനെയായിരുന്നു: അവൻ സ്തോത്രം, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ, അല്പകാലത്തേക്ക്, ഈ അല്പകാലത്തേക്ക് എന്ന് പറയുമ്പോൾ ഈ കഷ്ടതയ്ക്ക് ചില പീരീഡുകൾ ഉണ്ട് എന്നുള്ളതാണ് ആ വാക്യത്തിന്റെ അടിസ്ഥാനം. എന്ന് പറഞ്ഞാൽ 8ാമത്തെ വാക്യം വായിച്ചു പഠിക്കണം. 8ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 8ാമത്തെ വാക്യത്തിൽ നമുക്ക് നോക്കാം. അവൻ സ്തോത്രം അവിടെ കാണുന്നു: നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ആമേൻ സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആമേൻ മനുഷ്യവർഗത്തെ, വിശ്വാസത്തെ, വിശ്വാസികളെ കൊന്നെടുക്കാൻ വായ് വളർന്ന് നടക്കുന്ന, അലറി നടക്കുന്ന ആമേൻ പിശാചിന്റെ അലർച്ചകൾ, പിശാചിന്റെ ശക്തികൾ അവസാനിക്കാൻ സമയമായിരിക്കുകയാണെന്ന് ആമേൻ ഈ ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി ലേഖനം എഴുതി പത്രോസ് ഊട്ടി ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആമേൻ ആ അലറി നടക്കുന്ന സിംഹത്തിന്റെ വായ അടയുവാൻ സമയമായിട്ടുണ്ട്. ഞാൻ പറയുന്നു ആമേൻ, ഈ അലറി നടക്കുന്ന സിംഹം, ആമേൻ ആമേൻ സ്തോത്രം. എന്നാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. നമുക്ക് യഹൂദ ഗോത്രത്തിൽ ബാലസിംഹമുണ്ടെന്ന് പറഞ്ഞത്. യഹൂദ ഗോത്രത്തിലെ ബാലസിംഹം. ബാലസിംഹം എന്ന് പറഞ്ഞാൽ അവൻ അലറി നടക്കുന്ന സിംഹമല്ല, പ്രത്യുത അവൻ ഗർജിക്കുന്ന സിംഹമാണ്. സകലത്തിന്റെ മേൽ അധികാരമുള്ള കർത്താവാണ്. ആമേൻ. ആ കർത്താവിന്റെ ശബ്ദത്താൽ, ആ കർത്താവിന്റെ കൽപ്പനയാൽ അലറി നടക്കുന്ന, ആരെയെങ്കിലും വീഴ്ത്തിക്കളയാൻ ചുറ്റി നടക്കുന്ന ആ പൈശാചികന്റെ ശക്തികൾ, ആ പൈശാചികന്റെ ആ ശക്തികൾ തീരുവാൻ സമയമായിട്ടുണ്ട് എന്ന് പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതി നമ്മെ വിളിച്ചറിയിക്കുകയാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: സർവകൃപാലുവായ ദൈവം അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന അലർന്ന സിംഹത്തിന്റെ വിളയാട്ടം അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ എന്തെന്നറിയാമോ? നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, സർവകൃപാലുവായ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുകയാ. നിത്യതയോളം പ്രകാശിക്കുന്നല്ല, നിത്യമായി പ്രകാശിക്കുന്ന ആ തേജസ്സിനായി വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിത്യ തേജസ്സിനായിട്ട് കഷ്ടം സഹിച്ചിരിക്കുന്ന, നമ്മെ വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ഒരു ദൈവമുണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളണമെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു വിശ്വാസി കഷ്ടം സഹിക്കുമ്പോൾ, ഒരു വിശ്വാസി വേദനപ്പെടുമ്പോൾ ഒരു കാര്യമുണ്ട്: കഷ്ടം കൂടുന്നതനുസരിച്ച് സന്തോഷത്തിന് വർധനവുണ്ടായിരിക്കണം. ആമേൻ സ്തോത്രം. നമുക്ക് കഷ്ടം മാത്രമല്ല, വേദനകൾ മാത്രമല്ല, ദുഃഖങ്ങൾ മാത്രമല്ല, ദുരിതങ്ങൾ മാത്രമല്ല, ഒരു വിശ്വാസി കഷ്ടം അനുഭവിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്: കഷ്ടം എത്രമാത്രം വർദ്ധിക്കുന്നുവോ അതിലുപരി അതിനേക്കാൾ ഡബിളായിട്ട് ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ, ഹല്ലേലൂയ, ആമേൻ, സന്തോഷത്തിന്റെ പങ്ക് ഉളവാക്കിക്കൊണ്ട്, വർധന ഉളവാക്കിക്കൊണ്ടേയിരിക്കണം. കഷ്ടം സഹിച്ച കൂടെ വാടാമെന്ന വേദപുസ്തകം പഠിപ്പിക്കുന്നത്. നമുക്ക് നൽകിയിരിക്കുന്ന ഈ പ്രമാണം പഠിപ്പിച്ചിരിക്കുന്ന ഇങ്ങനെയാണ്: കഷ്ടം സഹിച്ചാൽ കൂടെ വാടാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നിത്യ തേജസ്സിനായിട്ട് വിളിച്ചിരിക്കുന്ന ദൈവ നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആമേൻ സ്തോത്രം. നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമുണ്ടല്ലോ, എത്രയെത്ര വേദഭക്തന്മാര്, എത്രയെത്ര ദൈവമക്കള്, എത്രയെത്ര ആമേൻ സ്തോത്രം ദൈവവചനത്തിൽ നിലനിന്ന നൂറുകണക്കിന്, ആയിരക്കണക്കിന് ആൾക്കാർ രക്തസാക്ഷിത്വം വഹിച്ച കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്കതിലേക്കൊക്കെ ഒന്ന് പോയി അതിനെക്കുറിച്ചൊക്കെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറഞ്ഞു തരണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അതിനായിട്ടൊന്നും ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. എന്റെ ചിന്തയിലേക്ക് മടങ്ങി വരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ വായിച്ച വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ്. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ പ്രമേയ വിഷയം എന്ന് പറയുന്നത് ഇതാണ്: ആമേൻ സ്തോത്രം. സർവകൃപാലുവായ ദൈവം ആമേൻ നമുക്ക് ചെയ്യുന്ന 3 കാര്യങ്ങൾ. 1, ആമേൻ സ്തോത്രം, യഥാസ്ഥാനപ്പെടുത്തുന്നു. 2, ഉറപ്പിക്കുന്നു. 3, ശക്തീകരിക്കുന്നു എന്നുള്ളതാണ്. മറന്നു പോകരുത്. സർവകൃപാലുവായ ദൈവം നമുക്ക് തരുന്ന 3 ശ്രേഷ്ഠകരമായ കാര്യങ്ങൾ.
ഒന്ന്, യഥാസ്ഥാനപ്പെടുത്തുന്നു. രണ്ട്, ആമേൻ, ഉറപ്പിക്കുന്നു. മൂന്ന്, ശക്തീകരിക്കുന്നു. ചില തർജ്ജമകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സ്ഥിരപ്പെടുത്തുക എന്ന പദപ്രയോഗമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. യഥാസ്ഥാനപ്പെടുത്തുന്നു, ഉറപ്പിക്കുന്നു, ശക്തീകരിക്കുന്നു എന്ന വാക്കിന് ചില തർജ്ജമകളിൽ കൊടുത്തിരിക്കുന്നത് നാമെ സ്തോത്രം സ്ഥിരപ്പെടുത്തുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം സമ്പൂർണനാക്കി നിലനിർത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ആമേ യഥാസ്ഥാനപ്പെടുത്തുക. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളതാണ്. യഥാസ്ഥാനപ്പെടുത്തുക എന്ന വാക്കിന്റെ അർത്ഥം സമ്പൂർണരായി നിലനിർത്തുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ പരിപൂർണരായി നിർത്തുന്നത് കൊണ്ട് പിശാചിന്റെ ആക്രമണത്തിൽ നിന്നും ആമേ സ്തോത്രം നമുക്ക് ജയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കൃപ തരുക. മറന്നു പോകരുത്, ഹൃദയത്തിൽ സൂക്ഷിച്ചേക്കണം. ആമേൻ, ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ പരിപൂർണരായി നമ്മെ നിർത്തുക. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് സാധിക്കും, പിശാചിന്റെ ആക്രമണത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ, നമുക്ക് ജയിക്കുവാൻ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുക. എന്താണ് യഥാസ്ഥാനപ്പെടുത്തുക എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്? ആമേ സ്തോത്രം. അതിന്റെ അർത്ഥം ഇങ്ങനെ പറയുന്നു: കേടുപാടുകൾ പോക്കി ആദ്യം എങ്ങനെയായിരുന്നോ അതേ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്ന പ്രക്രിയയ്ക്ക് പറയപ്പെടുന്ന പേരാണ് യഥാസ്ഥാനപ്പെടുത്തുക. വേദപുസ്തകം പഠിക്കുന്ന ഏതൊരു പഠിതാവിനും വിദ്യാർത്ഥിക്കും ഒരുപാട് പ്രാവശ്യം യഥാസ്ഥാനപ്പെടുത്തുന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നെഹമ്യാവിന്റെ പുസ്തകം 85-ാം സങ്കീർത്തനം, 80-ാം സങ്കീർത്തനം, അവിടെയൊക്കെ നമുക്ക് യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവത്തിന്റെ വാക്കുകൾ, ദൈവത്തിന്റെ ആലോചനകൾ, ദൈവത്തിന്റെ അരുളപ്പാടുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ വിഷയം അങ്ങോട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ചിന്തയിലേക്ക് നിങ്ങൾ മടങ്ങിയെത്തോ ഞാൻ ആഗ്രഹിക്കുന്നു. യഥാസ്ഥാനപ്പെടുത്തുക എന്നാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്. എന്ന് പറഞ്ഞാൽ ആമേ സ്തോത്രം മറക്കരുത്, കേടുപാടുകൾ പോക്കിയും ആദ്യം എങ്ങനെയായിരുന്നോ അതേ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്ന പ്രക്രിയയ്ക്ക് പറയപ്പെടുന്ന പേരാണ് യഥാസ്ഥാനപ്പെടുത്തുക. ഒന്നുകൂടെ ഞാൻ പറയാം, ഉപയോഗത്തിന് ഉതകുന്നതാക്കി മാറ്റുക എന്നുള്ളതാണ് ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത്. യഥാസ്ഥാനപ്പെടുത്തുക എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം ഉപയോഗത്തിന് ഉതകുന്നതാക്കി തീർക്കുക എന്നുള്ളതാ. ഒന്ന് സ്തോത്രം പറയാൻ കഴിയുമോ? ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ഗലീല കടൽപ്പുറത്തിലൂടെ ആമേ നടക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. എന്തെന്നറിയാമോ? ആമേ പത്രോസും യോഹന്നാനും അന്ത്രയോസും ഒക്കെ ആമേൻ അവർ മത്സ്യബന്ധനം കഴിഞ്ഞിട്ട് വല നന്നാക്കുന്ന കാഴ്ച കാണുകയാണ്. അവർ വല നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, മത്സ്യബന്ധനമെല്ലാം കഴിഞ്ഞ് അവര് ആ വല കഴുകുകയായിരുന്നു. ഒരു ഭാഗത്ത് കഴുകുക എന്ന് പറയുന്നത്, മറ്റൊരു ഭാഗത്ത് നന്നാക്കുക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ ഒരു ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ശുദ്ധീകരണത്തെ കാണിക്കുക. രണ്ടാമത്തെ കാര്യം മാത്രമല്ല, കീറിപ്പോയതിനെ ബന്ധം വേർപെട്ട് കിടന്നതിനെ ആമേ സ്തോത്രം അതിന് എന്ത് ചെയ്തിരിക്കുന്ന അറിയാമോ? നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ചിന്ത മറന്നു പോകരുത്. ആദ്യ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന പ്രത്യേകത ഞാൻ ഓർപ്പിക്കാൻ. പിശാചിന്റെ പദ്ധതി എന്തെന്നറിയാമോ? പിശാചിന്റെ പദ്ധതി എന്ന് പറയുന്നത് ദൈവജനത്തെ, ദൈവദാസന്മാരെ, ദൈവഭക്തന്മാരെ ദൈവത്തിന് ഉപയോഗമില്ലാത്തവരാക്കി മാറ്റണം. ദൈവിക പ്രവർത്തനങ്ങൾ മാറ്റിക്കളയണം. ദൈവിക സംസർഗത്തിൽ മാറ്റിക്കളയണം. അതാണ് പിശാച് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ കർത്താവ് പറയുന്ന കാര്യം എന്തെന്നറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യം എന്തെന്നറിയാമോ? ദൈവത്തിന് ഉപയോഗമുള്ളതാക്കി മാറ്റുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ഒന്ന് സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, പ്രവർത്തനത്തിന് ആമേൻ ഉപയോഗത്തിന് ഉതകുന്നതാക്കി മാറ്റുന്ന ദൈവത്തിന്റെ ആത്മാവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിശാചിന്റെ പദ്ധതി എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല, ദൈവത്തിന് ഉപയോഗമില്ലാത്തതാക്കി മാറ്റുകയാണ് പിശാച് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആശയം മറ്റൊന്നുമല്ല, ദൈവമക്കളെ ദൈവത്തിന് ഉപയോഗമില്ലാത്തവരാക്കി മാറ്റുന്നു. അതിന് എന്താണ് പിശാച് ചെയ്യുന്നത്? ഒന്ന്, അവൻ സ്തോത്രം അവ കഷ്ടങ്ങൾ കൊണ്ട് മനുഷ്യവർഗത്തെ തകർക്കാൻ നോക്കുകയാണ്. എന്താണ്? കട്ടതകൾ കൊണ്ട് മനുഷ്യവർഗത്തെ, വിശ്വാസികളെ, ഭക്തന്മാരെ തകർക്കാൻ നോക്കുകയാ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്നത്, ദൈവമോ ആ കഷ്ടതകളിൽ
തന്റെ കൃപകൾ ധാരാളമായി തന്ന് ആമേൻ അവരെ യഥാസ്ഥാനപ്പെടുത്തി അവരെ ഉറപ്പിച്ച് വിജയകരമായി നിലനിർത്തുകയാണ്. കട്ടതയിൽ തകർക്കുകയല്ല, കട്ടത എടുത്തു കളയുക എന്നുള്ളതല്ല, ആശയമല്ല ഇവിടെ വരുന്നത്. പത്രോസ് വ്യക്തമാക്കുന്നത് എന്തെന്നറിയാമോ? ആ കട്ടതകളിൽ ജയം തരുവാൻ ദൈവത്തിന് കൃപ നൽകി, ദൈവത്തിന് മഹത്വം നൽകി നമ്മെ വിജയത്തോടെ ഉറപ്പിച്ച് നിലനിർത്തുന്ന ദൈവത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ഓർപ്പിക്കുന്ന ദൈവത്തിന്റെ വൈദ്യുതി, ദൈവത്തിന്റെ ദാസന്മാരെ, ഞാൻ ഒരു സത്യം നിങ്ങളോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുക. പിശാച് ചെയ്യുന്ന പദ്ധതികൾ എന്തെന്നറിയാമോ? ഹല്ലേലൂയ! അതിന് മാരകമായിരിക്കുന്ന രോഗങ്ങൾ മനുഷ്യവർഗത്തിലേക്ക് കൊണ്ടുവരുന്നു, മാറാവ്യാധികൾ മനുഷ്യവർഗത്തിലേക്ക് കൊണ്ടുവരുന്നു. ഈ മനുഷ്യവർഗം എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്ന, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഭക്തന്മാരെ കുറിച്ച്, വിശുദ്ധന്മാരെ കുറിച്ച്, വിശുദ്ധമതികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്ന ആശയം എന്ന് പറയുന്നത്. അതിന് പിശാച് ചെയ്യുന്ന കാര്യം എന്തെന്നറിയാമോ? ദൈവത്തിന് ഉപയോഗമുള്ളവരാക്കി തീർക്കാതിരിക്കുവാൻ പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്തോത്രം മാരകമായ രോഗങ്ങൾ വിശുദ്ധന്മാരിലേക്ക് കൊണ്ടുവരികയാണ്, വ്യാധികൾ കൊണ്ടുവരികയാണ്, അനിഷ്ടാവസ്ഥകൾ കൊണ്ടുവരികയാണ്, വേദനകൾ കൊണ്ടുവരികയാണ്, ദുഃഖങ്ങൾ കൊണ്ടുവരികയാണ്, തലമുറകളെ മേൽ സ്തോത്രം ഭാവിയുടെ തകർച്ചകളെ കൊണ്ടുവരികയാണ്. ഒരു വിധത്തിൽ രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ, ഒരു വിധത്തിലും നിലനിൽക്കാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യനെ, വിശുദ്ധന്മാരെ പിച്ച് ചിന്തിക്കളയുവാൻ ശത്രു അവിടുന്ന് ഓരോ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ പറഞ്ഞയക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ശത്രു പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അവന്റെ തന്ത്രങ്ങൾ ഞാൻ ജയിക്കുന്നവരായിരിക്കണം. നമ്മുടെ കർത്താവ് തോറ്റ ദൈവമല്ല, നമ്മുടെ കർത്താവ് പരാജയപ്പെട്ട കർത്താവല്ല, നമ്മുടെ കർത്താവ് ജയോത്സവം കൊണ്ടാടിയ കർത്താവ്. ആ ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുകയാ. പ്രിയരെ, മറ്റു ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ! ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ സ്തുതിക്കുക. എനിക്ക് എത്രയെത്ര ഭക്തന്മാരെ അറിയാമെന്നറിയാമോ? എത്രമാത്രം വിശുദ്ധന്മാരെ അറിയാമെന്നറിയാമോ? സ്തോത്രം ജീവിതത്തിൽ മാറാ രോഗങ്ങൾ പിടിച്ച് ജീവിതത്തിൽ തകർച്ചയിലേക്ക് എത്തിയിട്ടും അവർ ദൈവത്തെ മറന്നു കളഞ്ഞിട്ടില്ല, അവർ കർത്താവിനെ തള്ളിക്കളഞ്ഞിട്ടില്ല. കട്ടതയിലും പാടുവാൻ നഷ്ടങ്ങളിൽ കൊണ്ടാടുവാൻ ഭക്തൻ പാടിയതുപോലെ എത്ര ഭക്തന്മാർ പിടിച്ചു നിന്നിട്ടുണ്ട്, എത്ര ആക്ഷേപങ്ങൾ അവർ കേട്ടിട്ടുണ്ട്. ഇത്ര വലിയ ഭക്തനായിട്ട്, ഇത്ര വലിയ വിശ്വാസിയായിട്ട് നിന്റെ രോഗം മാറുന്നില്ലേ? നീ എത്ര പേർക്ക് പ്രാർത്ഥിച്ചു നിന്റെ രോഗം നീ മറ്റൊരു രോഗം മാറ്റുന്നു? എത്ര മക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചു, ശുഭകരമായ ഭാവി അവർക്ക് കൊടുക്കുന്നു. നിന്റെ മക്കൾ മാത്രം എന്താണോ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാത്തത്? നിന്റെ മക്കൾ എന്താണ് സ്തോത്രം വിദ്യാഭ്യാസം ഇല്ലാത്തത്? നിന്റെ മക്കളെ രോഗം മാറുന്നില്ലല്ലോ, നിനക്കൊരു നല്ല വീടില്ലല്ലോ, നിനക്കൊരു നല്ല അവസ്ഥയില്ലല്ലോ, നിനക്കൊരു നല്ല കാറില്ലല്ലോ. എത്ര വർഷമായി, 10-50 വർഷമായിട്ട് പാസ്റ്ററെ നിനക്കൊരു കാറ് പോലും സൈക്കിൾ പോലും ഇല്ലല്ലോ. എന്താ? ഇല്ല. ഭക്തൻ അതിനൊന്നും പ്രതികരിക്കുന്നില്ല, വിശുദ്ധൻ അതിനൊന്നും പ്രതികരിക്കുന്നില്ല. കർത്താവ് നല്ല സന്തോഷത്തോടെ ഏറ്റുവാങ്ങാൻ കഴിവുള്ള എത്ര വിശുദ്ധന്മാരുണ്ട്. ശത്രു കൊണ്ടുവരുന്ന, പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ ജയിക്കുവാൻ ദൈവത്തിന് കൃപ അവർക്ക് കൊടുക്കുകയാ. ഞാൻ അടുത്ത കാര്യത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അടുത്ത അതിന്റെ സബ്ബോന് ഞാൻ പറയാം. അവൻ പിശാച് ചെയ്യുന്ന പദ്ധതി ഭക്തന്മാരെ തെറ്റിച്ചു കളയുകയാ, ഭക്തന്മാരെ അപവാദം പറയുകയാ. സ്തോത്രം. നമുക്ക് ഏവർക്കും അറിയാവുന്ന ചിന്തയുണ്ട്. ഭക്തനായിരിക്കുന്ന ദേശത്ത് പാർക്കുന്ന ഭക്തനായ യഹോവ ഭക്തനായ മനുഷ്യൻ, നിഷ്കളങ്കനായ മനുഷ്യൻ, ദോഷം വിട്ടകലുന്ന മനുഷ്യൻ, ഹല്ലേലൂയ, എത്ര അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ. സ്തോത്രം. ആ മനുഷ്യൻ പറയുന്ന കാര്യം എങ്ങനെയെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്റെ സ്വന്തം ഭാര്യയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നാം ദൈവത്തിന് നന്മ കൈക്കൊണ്ട് ഇനി തിന്മയും കൈക്കൊള്ളുന്നത് എന്താണെന്നാ ചോദിക്കുന്നത്. നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. തന്റെ സ്നേഹിതന്മാരെല്ലാം വെറുത്ത് മാറിക്കളഞ്ഞു കേട്ടോ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, പിശാച് ചെയ്തത് എന്തെന്നറിയാമോ? പിശാച് പറയുകയാണ്, ദൈവത്തോട് പറയുക. ആ വാക്യങ്ങളൊന്നും എടുത്ത് പറഞ്ഞു പോകാൻ നമുക്ക് സമയമില്ല, എങ്കിലും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇയ്യോബ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായി. അതിന് ഞാൻ വളരെ സന്തോഷിക്കുക. ഒരു കാര്യമുണ്ട്, ശത്രുവായ പിശാച് ഊടാടി സഞ്ചരിച്ചിട്ട് അവൻ പറയുകയാണ്, എന്താ പറഞ്ഞെന്നറിയാമോ? സ്തോത്രം. നീ അവനെ ഒന്ന് തൊട്ടേ, നിന്റെ മുഖത്ത് നോക്കി അവൻ ത്യജിച്ചു പറയും. നോക്കണേ, പിശാച് അപവാദം പറയുക. ഹല്ലേലൂയ. അനാഥർക്കും പീഡിതർക്കും ഒക്കെ നല്ല മനുഷ്യനായ മനുഷ്യൻ, ഭക്തനായ മനുഷ്യൻ, ദൈവത്തിന് നിലകൊള്ളുന്ന മനുഷ്യൻ, ഹല്ലേലൂയ, എല്ലാരും മറന്നു കളഞ്ഞിട്ടും തള്ളിക്കളഞ്ഞിട്ടും മാറാതെ നിൽക്കുന്ന, ദൈവത്തെ പിടിച്ചു നിൽക്കുന്ന മനുഷ്യൻ, അവൻ ഏക്കുന്ന അപവാദത്തിൽ നിന്ന് സ്തോത്രം, ഹല്ലേലൂയ, കണക്കില്ല കേട്ടോ. സ്തോത്രം. ഭക്തന്മാരെ തെറ്റിച്ചു കളയുകയാണ്. അപവാദം പറഞ്ഞുണ്ടാക്കിയ
ഈയോബിന്റെ പുസ്തകം 1-ാം അധ്യായം 6 മുതൽ 11 വരെയും 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അതിന്റെ ചിന്തകൾ കാണാൻ കഴിയുന്നുണ്ട്. ഭക്തന്മാരെ തെറ്റിച്ചു കളയുവാൻ നോക്കുന്നു, അപവാദം പറഞ്ഞുണ്ടാക്കുന്നു. സ്തോത്രം. അത് മാത്രമല്ല സ്തോത്രം, ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കണം, ദാനിയേലിനെ കുറിച്ച് പറഞ്ഞേ, കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്ന ഒരു കൂട്ടം ജനതയുണ്ടായിരുന്നു. ഇവന്റെ പ്രാർത്ഥനയെ കണ്ടുകൊണ്ട്, അവന്റെ വിശുദ്ധ ജീവിതത്തെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ, ഇവന് നേരെ കുറ്റം ആരോപിക്കുന്ന ഒരു കൂട്ടം മനുഷ്യര് എന്താ പറഞ്ഞെന്നറിയാമോ? രാജാവേ, അങ്ങ് പറഞ്ഞ പോലെയല്ല കാര്യങ്ങൾക്ക് നീക്കുമൊക്കെ വന്നിരിക്കുന്നത്. ഒരു കാര്യമുണ്ട്, ഇവന് സിംഹക്കുഴിയിലിടണം, ഞങ്ങൾ കണ്ടതാ. അവൻ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. യെരൂശലേമിന് നേരെ വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് അവൻ 3 നേരം പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് രാജാവ് പറഞ്ഞ പോലെ അവന് സിംഹത്തിന് ഇരയാക്കി കൊടുക്കണം. പക്ഷേ ആ പുസ്തകം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, സ്തോത്രം, അവനിൽ ഒരു കുറ്റവും കാണാൻ കഴിഞ്ഞില്ല. സ്തോത്രം ചെയ്യുന്നു. 6-ാം അധ്യായം പറയുന്നത് ഇങ്ങനെയാണ്, അവൻ വിശ്വസ്തനായതുകൊണ്ട് അവനിൽ ഒരു കുറ്റവും കാണാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ വൈദ്യരെ, എന്നെ കേൾക്കുന്ന വിശുദ്ധന്മാരെ, ഒരു കാര്യം പറയട്ടെ, നാം വിശ്വസ്തരാണെങ്കിൽ വിശ്വസ്തന്മാരിൽ ഒരു കുറ്റവും കാണാൻ, ശത്രു ഒരു കുറ്റാരോപണം നടത്താൻ, ഒരു കുറ്റം ചുമത്തുവാൻ പിശാചിന് എത്ര പദ്ധതിയിട്ടാലും അത് സാധിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവസനവൻ വിശ്വസ്തനായിരുന്നു എന്നുള്ള ദാനിയേലിന്റെ മേൽ കുറ്റം ചുമത്തി. ഞാൻ പറഞ്ഞു വരുന്ന ആശയം, ദൈവമക്കളെ അപവാദം കൊണ്ട് മാറ്റിക്കളയും. ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞുണ്ടാക്കും, സമൂഹത്തെ കൊള്ളാത്തവരാക്കി മാറ്റും. സ്തോത്രം. പിന്നെ അടുത്ത എന്നറിയാമോ? ദൈവത്തിന് ഉപയോഗമില്ലാത്തവരാക്കി തീർക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഒരു വശത്ത് ഞാൻ ഓർപ്പിച്ചല്ലോ, പിശാച് ചെയ്യുന്നത് കുറ്റം പറഞ്ഞുണ്ടാക്കും, അപവാദം പറഞ്ഞുണ്ടാക്കും, ഒറ്റപ്പെടുത്തലുകൾ സംഭവിപ്പിക്കും, ഒന്നിന് കൊള്ളാത്തനാക്കി മാറ്റും, നമ്മുടെ യശസ്സിനെ മാറ്റിക്കളയും, നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യും, നമ്മെ തകർത്ത് കളയാൻ നോക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളോട് പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. പിശാച് ഒരു വശത്ത് പറയുന്നു ഞാൻ പറിച്ചു കളയുമെന്ന് പറയുമ്പോൾ, പിശാച് ഒരു വശത്ത് പറയുന്നു ഞാൻ തകർത്ത് പൊളിച്ചു കളയുമെന്ന് പറയുമ്പോൾ, സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് എന്തെന്ന് അറിയാമോ? ഒരു വശത്ത് കട്ടങ്ങൾ കൊണ്ട് പിശാച് നിറയ്ക്കുമ്പോൾ, മറ്റൊരു ഭാഗത്ത് നമ്മുടെ കർത്താവായ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തി നമ്മെ നിലനിർത്തുകയാ. സ്തോത്രം പറഞ്ഞാട്ടെ. നീ അനുഭവിച്ച അപവാദങ്ങൾക്ക്, നീ സഹിച്ച പങ്കപ്പാടുകൾക്ക്, നിങ്ങൾ സഹിച്ചതായ വേദനകൾക്ക്, കുറ്റ ആരോപണങ്ങൾക്ക്, ഒരു തെറ്റും ചെയ്യാത്തെന്ന കുറ്റം അനുഭവിക്കുമ്പോൾ, ഒരു തെറ്റും ചെയ്യാത്തെന്ന വിശ്വസ്തരായി ഇരിക്കുമ്പോൾ, നമ്മെ പഴിചാരിക്കൊണ്ട് ശത്രു പല കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം ചെയ്തു. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണമേ, എന്തെന്നറിയാമോ? ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം നമ്മിലേക്ക് തന്ന്, ദൈവത്തിന് പ്രവൃത്തി, ദൈവത്തിന്റെ കൃപ നമ്മിൽ അയച്ച് അവന്റെ മഹത്വം വെളിപ്പെടുത്താൻ സമയമായിരിക്കുകയാ. നീ ഇന്ന് കഷ്ടം സഹിക്കുന്നുണ്ടെങ്കിൽ, ഇനി നീ വേദനപ്പെടുന്നുണ്ടെങ്കിൽ, ഇനി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുന്നു, അത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ ആത്മാ പറയുന്നു. സ്തോത്രം. ഇന്ന് കരഞ്ഞാൽ സ്തോത്രം, പൗലോസ് പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുന്നവരാകണം. ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ, ആമുഖത്തിൽ ഓർപ്പിച്ചല്ലോ, കഷ്ടം കൂടുന്നതനുസരിച്ച് സന്തോഷത്തിന് വർധനവുണ്ടാവണം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ഈ പുതിയ പ്രഭാതത്തിൽ, പുതിയ രാത്രിയിൽ ഞാൻ നിങ്ങൾക്ക് റിപ്രസന്റ് ചെയ്യുകയാണ്. കഷ്ടതയിലും സന്തോഷിപ്പനടിയാകട്ടെ, പ്രതികൂലത്തിലും നെഞ്ചു വിരിച്ചു നിൽപ്പനടിയാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിക്കുന്ന നല്ലവനായ ഒരു കർത്താവ് നമുക്കുണ്ട്. എന്തെല്ലാം നീ കേൾക്കേണ്ടി വന്നാലും, എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നാലും, നമ്മെ ഇട്ട് പിച്ച് ചീന്തിയാലും, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളമേ, ദൈവത്തിന്റെ കൃപ നമ്മിൽ തന്ന് അവന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ സമയമായിരിക്കുകയാ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു വശത്ത് ശത്രു നമ്മെ വലയ്ക്കുമ്പോൾ, കർത്താവ് ഹല്ലേലൂയ തന്റെ മഹത്വമാക്കി നമ്മെ തീർക്കുകയാ. ഒരു വശത്ത് നമ്മെ പൊളിച്ചു കളയുമെന്ന് പറയുമ്പോൾ, സ്തോത്രം, കർത്താവ് പറയുന്നു ഞാൻ പറിച്ചു കളയാതെ നടുന്ന ദൈവമാ. ഒരു വശത്ത് ശത്രു പറയുന്നു ഞാൻ പൊളിച്ചു കളയുമെന്ന് പറയുമ്പോൾ, കർത്താവ് പറയുന്നു ഞാൻ നിന്നെ ഹല്ലേലൂയ പൊളിച്ചു കളയാതെ പണിയുന്ന ദൈവമാ. നടുന്ന ദൈവവും പണിയുന്ന ദൈവമാം. സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ ഞാൻ സ്തുതിക്കുക. യെശയ്യാവിന്റെ പുസ്തകം 48:10, സക്കറിയ 13:9 കാണുന്ന വാക്യങ്ങളുണ്ട്. ഇതൊന്നും എടുക്കാൻ നമുക്ക് സമയമില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ശ്രദ്ധിക്കുന്നു. യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമുണ്ട്. ആരെങ്കിലും ആ ഭാരത്താൽ ഇരിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും വേദനപ്പെടുന്നുണ്ടെങ്കിൽ, ആമേ സ്തോത്രം, ഞാൻ അറിയാത്ത കാര്യം ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ കേൾക്കാത്ത കാര്യം കേൾക്കുന്നുണ്ടെങ്കിൽ, എന്നെ കുറിച്ച് അപവാദം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ഓർത്തു, തന്റെ മഹത്വം വെളിപ്പെടാൻ സമയമായി തന്റെ കൃപ തന്ന് നമ്മെ വീണ്ടെടുക്കുന്ന ദൈവമുണ്ട്, ഉറപ്പിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്, ഞാൻ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാ. ഹല്ലേലൂയ. അതുകൊണ്ട് അത് മാത്രമല്ല, നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവശക്തി, നമ്മെ ഒന്നാക്കി തീർക്കുന്ന ദൈവശക്തി, ആദ്യം നാം എങ്ങനെയായിരുന്നോ ആ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവിക യഥാസ്ഥാനപ്പെടലുകൾ. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ, ഈ രാത്രിയെങ്കിൽ, ഈ സന്ധ്യയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് പ്രസന്റ് ചെയ്തു തരുകയാ. ഒന്നാമത്തെ പോയിന്റ്, ആമേ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം. ആ വിശുദ്ധന്മാരോട് വിളിച്ചു പറയുന്നു, ആമേ സ്തോത്രം, നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമുണ്ട്. പത്രോസിന്റെ ലേഖനം അഗ്നിശോധനയിലൂടെ കടന്നുപോയ വൃതന്മാർക്ക് എഴുതപ്പെട്ട ലേഖനമാ. ആമേ സ്തോത്രം. എത്രയെത്ര 10 പീഡകളാണ് ഏറ്റവും ഭയാനകമായി ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അതിനെപ്പോലെയുള്ള കട്ടതിലൂടെ പൊക്കൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി, ചിതറിപ്പോയിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി, വിശുദ്ധന്മാർക്ക് വേണ്ടി, ഭക്തന്മാർക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി എഴുതി ഊട്ടി ഉറപ്പിക്കുന്ന ശക്തമായ ഒരു ലേഖനമത്രേ പത്രോസിന്റെ ലേഖനം. നിങ്ങൾക്കറിയാമോ സാക്ഷ്യങ്ങൾ എങ്ങനെ ഉണ്ടായതെന്ന്? ആമേ സ്തോത്രം. ഈ പീഡകളൊക്കെ ഞാൻ വളരെ കമ്പിവാചകത്തിൽ പറയാം. ഹല്ലേലൂയ. ആമേ പീഡകളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലത്ത് ദൈവത്തെ ഒന്നിച്ചിരുന്ന് ആരാധിക്കുവാനോ ദൈവത്തിന് ഉറക്കെ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റത്തില്ല. ഒരുവൻ വിശുദ്ധനാണെന്ന് അറിഞ്ഞാൽ, അവൻ ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞാൽ, ദൈവ പൈതലെന്ന് അറിഞ്ഞാൽ, ആമേ സ്തോത്രം, റേഷൻ കടയിൽ ചെന്ന മാമ അരി കൊടുക്കത്തില്ല, ആശുപത്രി ചെന്നാൽ മരുന്ന് കൊടുക്കത്തില്ല, അവന്റെ മകൾ അല്ലെ അവന്റെ ഭാര്യ ഗർഭിണിയാണെങ്കിൽ പ്രസവത്തിന് ആശുപത്രി കൊണ്ട് ചെന്നാൽ ആ സ്ഥലം കൊടുക്കത്തില്ല. ചോദിക്കും, നീ ക്രിസ്ത്യാനിയാണോ? എങ്കിൽ പൊക്കാളം പറയും. പ്രിയരെ, എന്നൊരു കാര്യമുണ്ട്. ആമേ അവർ കണ്ടുമുട്ടുന്നത് എപ്പോഴാണെന്നറിയാമോ? 1-2 ആഴ്ചകൾ കഴിഞ്ഞായിരിക്കാം. അപ്പോൾ ഒരു കാര്യമുണ്ട്, അവർ ഒന്നിച്ചു കൂടുമ്പോൾ, ആമേ സഹോദരി ഇങ്ങനെ സാക്ഷ്യം പറയുകയാ. പ്രിയ ദൈവമക്കളെ, ദൈവദാസന്മാരെ, നിങ്ങളൊരു കാര്യം അറിയണം. കഴിഞ്ഞ 2 ആഴ്ച ഞാൻ വേദനപ്പെട്ടായിരുന്നു. എന്റെ കുഞ്ഞിന് മരിക്കത്തക്ക രോഗം വന്നു. ഞാൻ ആശുപത്രി ചെന്നിട്ട് എനിക്ക് വൈദ്യൻ മരുന്ന് തന്നില്ല. ഞങ്ങളെ നിർത്തി ഒരു ദൈവമുണ്ട്. ആമേൻ. അവർ സാക്ഷ്യം തുടങ്ങി. ഇന്നത്തെ സാക്ഷ്യം അതൊന്നുമല്ല. കണ്ടതും കേട്ടതെല്ലാം സാക്ഷ്യമാണല്ലോ ഇന്ന് സഭയിൽ ഉണ്ടാകുന്നത്. പക്ഷെ അനുഭവത്തിന്റെ ഏടുകളെ തൊട്ടുണർത്തുന്ന സാക്ഷ്യങ്ങളായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അങ്ങനെയെങ്കിൽ അഗ്നിശോധനയിലൂടെ കടന്നുപോയ വിശുദ്ധന്മാരോട് പറയുന്നു, നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമുണ്ട്. അലറെ നടക്കുന്ന സിംഹത്തിന്റെ വിളയാട്ടം തീരുവാൻ സമയമായി. നിന്നെ നിത്യ തേജസ്സിലേക്ക് വിളിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേര് സർവകൃപാലുവായ ദൈവം, സർവത്തിന് മേൽ അധികാരമുള്ള, കൃപയുടെയും ഇരിപ്പിടമായ കർത്താവ്. എന്താണ് കൃപ എന്ന് പറയുന്നത്? അവൻ നമ്മളെല്ലാം പറയുന്ന ഒരു വാക്കുണ്ട്. കൃപ എന്ന വാക്കിന് അർത്ഥം കൊടുക്കും. ആമേ. ഇങ്ങനെയാണ് നമ്മൾ അർത്ഥം കൊടുത്തിരിക്കുന്നത്. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവ മനുഷ്യവർഗത്തോട് കാട്ടിയ ആമേൻ ഒരു ആദരവിനെയാണ് കൃപ എന്ന് പറയുന്നത്. ജോൺ സംഭാഷണ പറയുന്നു കൃപ എന്ന് പറയുന്നത് അതല്ലെന്നല്ല പറയുന്നത്. ഞാൻ പറയുന്നു അർഹമായതിനെ ഇല്ലാതാക്കിയതത്രേ കൃപ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്റെ ആശയം ഇങ്ങനെയാണ്, അവൻ പാപം ചെയ്തതേക്ക് മരിക്കണം. ആമേ. ആ നിത്യമായ മരണത്തെ ഇല്ലാതാക്കിയതത്രേ കൃപ എന്ന് പറയുന്നത്. ഒന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവം, നമ്മെ ശക്തീകരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. 2ാമത്തെ പോയിന്റിലേക്ക് വേഗം വരാം. അടുത്ത 2 പോയിന്റുകൾ കമ്പിവാചകത്തിൽ നിർത്താൻ പോവുകയാണ്. ആമേ സ്തോത്രം. സമയം നമ്മുടെ മുമ്പിൽ ആമേൻ ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ നിർത്താൻ ആഗ്രഹിക്കുക. ആമേ സ്തോത്രം. 6:57 ആയിരിക്കുക. 2ാമത്തെ നമ്മുടെ പോയിന്റ്സ് എന്ന് പറയുന്നത് ദൈവം നമ്മെ ഉറപ്പിക്കുന്നു എന്നുള്ളതാ. എന്താണ് ദൈവം നമ്മെ ഉറപ്പിക്കുന്നത്? ഇളകിയാടി ഒളിയുന്നതിനെ ആമേൻ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട്. എന്ന് പറഞ്ഞാൽ കാറ്റും കോളും തിരയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പടകനെ, കപ്പലിനെ എങ്ങനെയാണോ നങ്കൂരമിട്ട് ഉറപ്പിക്കുന്നത്, അല്ലെങ്കിൽ വലിയ ബഹുനില കെട്ടിടങ്ങളെ കമ്പി, സിമന്റ്, പാറ കഷ്ണങ്ങൾ കൊണ്ട് ആമേ സ്തോത്രം പിടിച്ചു നിർത്തി സിമന്റ് ഉറപ്പിക്കുന്ന പോലെ പിടിച്ചു നിർത്തുന്ന ഒരു പദ്ധതിയാ. എന്റെ ആശുപത്രിക്ക് വേഗം വന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. പ്രിയരെ, അങ്ങനെയെങ്കിൽ ഒരു കാര്യമുണ്ട്. കർത്താവ് പറയുകയാണ്, അത് മറ്റൊന്നുമല്ല, നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുക മാത്രമല്ല, ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശു കർത്താവ് ശീമോനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ശീമോനെ, പിശാചി നിന്നെ ഗോതമ്പ് ഒരു മുറത്തിലിട്ട് പാറ്റേണ്ട പോലെ പാറ്റേണ്ടത് എന്നോട് അനുവാദം ചോദിച്ചെന്നാ പറഞ്ഞത്. എന്നാൽ നിന്റെ വിശ്വാസം പൊപ്പോകാതിരിപ്പാൻ ആമേ ഞാൻ നിന്ന് നിലനിർത്തിയിരിക്കുകയാ. ലൂക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയും. ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ പറയുന്നു, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യുതി, ദൈവദാസന്മാരെ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോൾ കാണാൻ കഴിയും.
ആടി ഉലഞ്ഞ ആടി ഉലഞ്ഞ ആ കടലിനെയും തിരകളെയും തിരമാലയെയും ആ കാറ്റിലുമെല്ലാം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഒറ്റ വാക്കുകൊണ്ട് പ്രകൃതിയിൽ പ്രശാന്തത ഉണ്ടാക്കി എന്നുള്ളതാണ്. ആടി ഉലയുന്നതിനെ, മുക്കിക്കളയാൻ നോക്കിയതിനെ, തകർത്ത് കളയാൻ നോക്കിയതിനെ യേശു ഒറ്റ വാക്കുകൊണ്ട് ഉറപ്പിച്ചു നിർത്തി എന്നുള്ളതാ. ഇന്ന് ഞാൻ നിങ്ങൾ ഓർപ്പിക്കട്ടെ, കുലുക്കിക്കളയുവാൻ, മുക്കിക്കളയാൻ, തകർത്ത് കളയാൻ അനുവാദം ചോദിച്ചുകൊണ്ട് ശത്രു ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിക്കുന്നു. നിന്നെ മുക്കിക്കളയാനല്ല വിളിച്ചത്, നിന്നെ തകർത്ത് കളയാനല്ല വിളിച്ചത്. പിന്നെ എന്താണ്? നിന്നെ ക്രിസ്തു എന്ന പാറമേൽ ഉറപ്പിച്ചു നിർത്തുവാനത്രേ. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഉറപ്പിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഉറപ്പിക്കുന്നു. ഇതിലൂടെ ഒരുപാട് കാര്യം പറയാനുണ്ട്. വേറൊരിക്കലും എന്തെങ്കിലും സമയം കിട്ടുമ്പോൾ ബാക്കി ഞാൻ അത് എന്ത് ചെയ്തോളാം, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ടല്ല, എന്റെ പ്രസംഗത്തിന്റെ ആ ശൈലി ഇങ്ങനെ ആയതുകൊണ്ടാണ്. ആമേ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ പോയിന്റ്, ദൈവം നമ്മെ ഉറപ്പിക്കുന്നു. ഇളകുന്നില്ലേ, ആടുന്നില്ലേ, എന്തെല്ലാം ജീവിതത്തിലേക്ക് ജോലി തിരക്കും എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു സന്തോഷം ഒരുപക്ഷെ കിട്ടുന്നില്ലായിരിക്കും, പ്രതീക്ഷിക്കുന്ന അളവിൽ കിട്ടുന്നില്ലായിരിക്കും. വേദനയും ദുഃഖം കൊണ്ട് തന്നെത്താൻ മുഖം കുനിക്കുന്ന അവസ്ഥകളാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു, നിങ്ങളെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇളക്കം പറിക്കും, തകർത്ത് കളയുമെന്ന് ശത്രു എത്രയെത്ര ഓങ്കാര ശബ്ദം മുഴക്കിയാലും ദൈവാത്മാവ് പറഞ്ഞു, ഞാൻ ഉറപ്പിച്ചു നിർത്തുന്ന ദൈവമാ, ആർക്കും ഞാൻ വിട്ടുകൊടുക്കത്തില്ല. മൂന്നാമത്തെ കാര്യം, ശക്തീകരിക്കും എന്നുള്ളതാ. ഹല്ലേലൂയ. പിശാച് ശക്തിയുള്ള സിംഹമാണെന്ന് കർത്താവിന് അറിയാം. എന്നാൽ ഒരു കാര്യമുണ്ട്, അവരുടെ എതിർത്ത് നിൽപ്പാൻ ദൈവമക്കൾക്ക് ശക്തിയില്ലെന്നും അറിയാം. എന്നാൽ ദൈവം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ആ സിംഹത്തിന്റെ കയ്യിൽ നിന്നും ആ അലർച്ചയിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് ദൈവത്തിന്റെ കൃപ നമുക്ക് തന്ന് നമ്മെ ശക്തീകരിക്കുകയാ. ഞാൻ ആദ്യം ഓർപ്പിച്ചു, വിശന്ന് അലറി നടക്കുന്ന സിംഹമല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് യൂദ ഗോത്രത്തിലെ ബാലസിംഹമാ. അവനെ കുറിച്ച് പറയുന്നു, അവൻ ഗർജിക്കുന്ന സിംഹമത്രേ. ക്രൈസ്തല്ലോ, അധികാരം കൊടുക്കുവാൻ, കൽപ്പന കൊടുക്കാൻ, കമാൻഡിങ് കൊടുക്കാൻ കഴിവുള്ള കർത്താവ്. ക്രൈസ്തല്ലോ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ ഓർപ്പിക്കുന്നു, പൗലോസ് പറഞ്ഞിട്ടുണ്ട്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഫിലിപ്പിയർ 4:13 സ്തോത്രം എടുത്തു പറയണം, നിർത്തുകയാണ്. സ്തോത്രം 2 തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവ് എനിക്ക് തുണ നിന്ന് എന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കാനും കേൾപ്പിക്കുവാനും അവൻ ശക്തി തന്നു എന്നുള്ളതാ. കൂട്ടുകാരെല്ലാം ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ എല്ലാം അവനെ വിട്ടുപോയി. അവൻ ഒറ്റയ്ക്ക് ആ വാളിന്റെ മുമ്പിൽ, ആ സിംഹത്തിന്റെ വാളിന്റെ മുമ്പിൽ നിൽക്കുക. ആരാണ് ആ സിംഹം? നീറോ ചക്രവർത്തിയാണ്. നീറോ ചക്രവർത്തിയുടെ മുമ്പാകെ അവൻ തളർന്നു പോയില്ല, അവന് വാളിന് ഇരയായി മാറിയില്ല. അവനെ കൊണ്ട് പൗലോസിനെ കൊണ്ട് ശക്തമായി ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ അവന് തുണ നിൽക്കുക മാത്രമല്ല, അവന് ശക്തി കൊടുത്തു എന്ന് പറയുന്നത്. സ്തോത്രം. എഫേസ്യർ 1:19 പറയുന്നത് ഇങ്ങനെയാണ്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവേറ്റ ശക്തിയുടെ അളവേറ്റ വലിപ്പം ഇന്നതെന്നറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത്. സ്തോത്രം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ എഫേസ്യർ 3:20 പറയുന്നു, നാം ചോദിക്കുന്നതിന് നിനക്കുന്നതിന് അത്യന്തപരമായി ജീവൻ കഴിവുള്ള നമ്മൾ വ്യാപരിക്കുന്ന ശക്തി. സ്തോത്രം. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അതുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ വിരാമം ഇടാൻ ആഗ്രഹിക്കുക, കുത്തിടാൻ ആഗ്രഹിക്കുന്നു. 3 കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത്. സർവകൃപാലുമായി ദൈവം ചെയ്ത 3 കാര്യം. 1, യഥാസ്ഥാനപ്പെടുത്തുന്നു. 2, നമ്മെ ഉറപ്പിക്കുന്നു. 3, നമ്മെ ശക്തീകരിക്കുന്നു. ആരും നിരാശപ്പെടേണ്ട, പ്രത്യാശ വർദ്ധിക്കട്ടെ, വിശ്വാസത്തിന്റെ നങ്കുരം ഉറയ്ക്കട്ടെ, ആത്മാവിന്റെ അഗ്നിയായി മാറട്ടെ. ഹല്ലേലൂയ. നമ്മെ യഥാസ്ഥാനപ്പെടുത്തി നമ്മെ ഉറപ്പിച്ച് നമ്മെ ശക്തി നൽകുന്ന ഒരു കർത്താവ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, ഒരു കഴുകന്മാരെ പോലെ ചിറകടിച്ച് മേഘങ്ങളിലേക്ക് പറന്നുയരും. ഞാൻ ദൈവത്തെ നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് സർവകൃപാലുവായ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു. ആ നിത്യ തേജസ്സിനെ വിളിച്ചിരിക്കുന്ന കർത്താവ് നമ്മെ യഥാസ്ഥാനപ്പെടുത്തി നമ്മെ ഉറപ്പിച്ച് ശക്തീകരിക്കും. ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ തട്ടി ഉണർത്തട്ടെ, ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടും എനിക്ക് സമയം അനുവദിച്ചു തന്ന അനുഗ്രഹീത കർത്തൃദാസൻ, ആദരണീയനായ ദൈവദാസൻ പാസ്റ്റർ അനീഷ് പാസ്റ്ററോടുള്ള നന്ദി, സ്നേഹം, കടപ്പാടുകൾ അറിയിക്കുന്നു. ഷിക്കോഹ പ്രയർ മിനിസ്ട്രിയെ ദൈവം വളർത്തട്ടെ, അന്തരിപ്പിക്കട്ടെ. സ്തോത്രം. ദൈവമക്കൾക്ക് ദൈവത്തിനും മഹത്വവും നമുക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. മേ ഗോഡ് ബ്ലെസ് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ശക്തമായിട്ടുള്ള ഒരു ദൈവവചനവും
ചിന്തകളും ഒക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന കർത്താവിൻ്റെ ദാസൻ വളരെ ശക്തിയോട് പറഞ്ഞല്ലോ. നമുക്കറിയാം, പത്രോസ് ആ, എൻ്റെ എൻ്റെ ജീവിതത്തിൽ നോക്കിയാൽ വളരെ വളരെ ആഴമായിട്ടുള്ള ആത്മീക സത്യങ്ങൾ പറഞ്ഞ ഒരു വ്യക്തിയാണ്. മറ്റ് ശിഷ്യന്മാരൊന്നും പറയായിരുന്നപ്പോൾ ഞാൻ ആരാണെന്ന് ചോദിച്ചു. കർത്താവ് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു തന്നെയാണ്. ആ ജനസമൂഹം, ആ ഇസ്രായേൽ ജനത മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്രിസ്തു എവിടെയാണ് വരുന്നത്, മശിഹ എവിടെയാണ് വരുന്നത്. എന്നാൽ ആ വലിയ വലിയ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ആർക്കും മനസ്സിലാകാതിരുന്ന ആ ശാശ്വതമായ ആ സത്യം പത്രോസ് വിളിച്ചു പറയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, നൂറ്റാണ്ടുകളായി ഞങ്ങളെല്ലാം കാത്തിരിക്കുന്ന വ്യക്തിയാണ് നീ എന്ന് പറയുകയാണ്. അത്രമാത്രം ആഴമായിട്ടുള്ള ഈ പ്രവാചകന്മാർ, യെശയ്യാ പ്രവചനമൊക്കെ നൂറ് വർഷങ്ങൾക്ക് മുമ്പ്, കർത്താവ് ജനിന്റെ കാലത്തിന് നൂറ് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പ്രവാചകന്മാരൊക്കെ പറഞ്ഞ ആ ഒരു പ്രവചനം ഇവിടെ യാഥാർത്ഥ്യമായി എന്ന് പത്രോസ് പറയുകയാണ്. അത്രമാത്രം അസാധാരണമായിട്ടുള്ള ആധ്യാത്മികമായ ഉൾക്കാഴ്ചയിൽ പറഞ്ഞ പത്രോസാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നത്, കർത്താവ് വന്നത് മനുഷ്യരാശിയെ വീണ്ടെടുക്കുന്നതിനാണ് തൻ്റെ രക്തത്തിലൂടെ. പത്രോസ് പറഞ്ഞത്, അതൊന്നും നീ ചെയ്യണ്ട, അങ്ങനെ ഒരിക്കലും നിനക്ക് ഭവിക്കരുത് എന്നൊക്കെ എത്ര അതപ്പതിച്ച രീതിയിലുള്ള കർത്താവ് അതുകൊണ്ട് പറഞ്ഞ പത്രോസെ മിണ്ടാതിരിക്കുന്നല്ല പറഞ്ഞ്, സാത്താനെ എൻ്റെ വിട്ടുപോകുന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് മനുഷ്യൻ്റെ നിസ്സഹായതയാണ് കാണിക്കുന്നത്. എത്രമാത്രം ആഴമായിട്ടുള്ള ദൈവികമായിട്ടുള്ള ആധ്യാത്മികതയുടെ ഉത്തംഗത്തിൽ ചെന്നെത്തിയാലും അടുത്ത നിമിഷം എല്ലാം കളഞ്ഞ് താഴെ നിപതിച്ചു പോകും എന്നുള്ളതാണ്. മനുഷ്യൻ്റെ നിസ്സഹായതയും ബലഹീനതയും ഒക്കെയാണ് നമ്മളവിടെ കാണുന്നത്. നമുക്കറിയാം, പത്രോസ് പറഞ്ഞ് ഞാൻ നിനക്ക് വേണ്ടി മരിക്കാനായിട്ടൊക്കെ തയ്യാറാണെന്ന് പറഞ്ഞ ആൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് ഈ മനുഷ്യനെ അറിയത്തുപോലെന്ന് പറഞ്ഞ് പ്രാകുവാനും ആണയിടുവാനും ഒക്കെ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. ഈ പത്രോസ് പ്രാകുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഒരിക്കലും യേശുവിൻ്റെ കൂടെ നടക്കുന്ന ഒരാളായിരിക്കത്തില്ല. ആണെങ്കിൽ പിന്നെ ഇങ്ങനെ പ്രാകുകയോ ഒന്നും ചെയ്യത്തില്ലല്ലോ എന്ന് വിചാരിച്ച് അവർ പിന്നെ വിട്ട് കളഞ്ഞു. അപ്പോൾ അത് അത്രമാത്രം ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അത്രമാത്രം അധപതിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ചുറ്റുപാടുമൊക്കെ കാണുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇവിടെ ഷിക്കാഗോയിലെ ഏറ്റവും വലിയ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ചർച്ച ആണ്. 10-20,000 പേരൊക്കെ വരുന്ന ഒരു മെഗാ ചർച്ചാണ് വില്ലോ ക്രീക്ക്. അത് ഒന്നുമില്ലാതെ 4 പേരെയും കൊണ്ട് തുടങ്ങിയ ഒരു വലിയ മനുഷ്യരാണ് ബിൽ ഹൈബൽസ്. 4 പേര് ചേർന്ന് ഒരു ടീ ഷോപ്പിൽ, ഒരു കോഫി ഷോപ്പിൽ തുടങ്ങിയ ഒരു ചർച്ചയാണ്. അത് എത്രയോ ബ്രാഞ്ചുകൾ ലോകമെമ്പാടും 10,000 ചർച്ചകൾ ചേർന്നൊരു കൺസോർഷ്യം ഒക്കെ അദ്ദേഹം ഉണ്ടാക്കി. സാധാരണക്കാരന് ചിന്തിക്കാൻ വയ്യാത്ത രീതിയിൽ ഉയർന്ന വളർന്ന ആ ചർച്ചയൊക്കെ കണ്ടാൽ തന്നെ അന്തിച്ചു പോകും. വലിയ ക്യാമ്പസും ഒക്കെയാണ്. പക്ഷേ അദ്ദേഹത്തിന് ആ ചർച്ചിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവർ നിയമമൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തെ വെളിയിലാക്കി. അതുപോലെ തന്നെ ടെക്സസിലെ ഫോർട്ട് വർത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള ഒരു വലിയൊരു ചർച്ച ഉണ്ട്. അദ്ദേഹം $100 മില്യൺ ആ ചർച്ച് പണിഞ്ഞ്. അതുപോലെ ഒന്നുമില്ലാത്തിടത്ത് നിന്നും റോബർട്ട് മോറിസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എഴുതിയ പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ആധ്യാത്മികമായിട്ട് അദ്ദേഹം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്നതെല്ലാം മറ്റുള്ളവർക്കും കൊടുക്കുക. 2 കാർ ഉണ്ടെങ്കിൽ 1 കാർ ഉടനെ വേറെ ഒരാൾക്ക് കൊടുക്കും. എന്തെങ്കിലും ഉണ്ടോ ഉടനെ കൊടുത്ത് തീർക്കുക. കൊടുത്ത് തീർക്കുന്നതിനനുസരിച്ച് പുതിയത് വന്നുകൊണ്ടിരിക്കുക. പുള്ളി 2-3 കാർ ഉണ്ടായിരുന്ന എല്ലാം കൊടുത്ത് തീർത്തപ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററിന് ഈ യാത്ര ചെയ്യാനായിട്ടുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കാം. പുള്ളി കഴിച്ച് ഒരു കാറ് വല്ലതും കൊണ്ടുവരാനായിരിക്കുമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ എൻ്റെ ഫ്ലൈറ്റ് കിടപ്പുണ്ട്, പാസ്റ്റർ വിളിച്ച് പറഞ്ഞാൽ മതി, പൈലറ്റും ഉണ്ട്, അങ്ങോട്ട് വിട്ടേക്കാമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ ആൾ പിന്നീട് ഇപ്പോൾ എന്തോ സംഭവിച്ച് അദ്ദേഹത്തിന് എതിരെ കേസ് വന്നു. അദ്ദേഹം ചെറുപ്പത്തിൽ അസിസ്റ്റൻറ്റ് പാസ്റ്ററായിട്ടിരുന്നപ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയുമായിട്ടൊക്കെ ഉള്ള ബന്ധമുണ്ടായിരുന്നെന്ന് പറഞ്ഞ് ജയിലിലായെന്ന് തോന്നുന്നു. ഏതായാലും ആ ചർച്ച വലിയൊരു ചർച്ചയായിരുന്നു. അതെല്ലാം ആളുകളെല്ലാം പിരിഞ്ഞു പോയി, എല്ലാം നശിക്കുന്ന രീതിയിലായി. പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ ശ്രമിച്ച് എത്ര ആധ്യാത്മികമായ ഉയരത്തിലാണെങ്കിലും അടുത്ത നിമിഷം മനുഷ്യൻ്റെ നിസ്സഹായതയാണ്. എന്നാൽ പത്രോസ് അത്രമാത്രം നിസ്സഹായതയിലൊക്കെ ആയെങ്കിലും കർത്താവ് പത്രോസിനെ ഒന്നാമത്തെ പോയിന്റ് യഥാസ്ഥാനപ്പെടുത്തി. നമുക്കറിയാം, തിബേരിയാസിൻ്റെ കടൽക്കരയിൽ വെച്ച് പത്രോസിനെ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മളതൊക്കെ വായിക്കുന്നുണ്ട്. പത്രോസിനോട് പറയാണ്, പ്രിയ, നീ 3 പ്രാവശ്യം തള്ളി പറഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് 3 പ്രാവശ്യം പത്രോസിനെ കൊണ്ട് പറയിച്ച് അങ്ങനെ പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തിയാണ്. പിന്നീട് നമ്മൾ കേട്ടത് ഉറപ്പിക്കുന്നവനാ ദൈവം. പത്രോസ് വളരെ ചഞ്ചലിച്ചു പോയൊരു വ്യക്തിയാണ്. നമുക്കറിയാം, ആ ചഞ്ചലിച്ചു പോയ വ്യക്തിയെ
പത്രോസിനെ ഉറപ്പിച്ച് കർത്താവ് പറയാം, നീ പാറയാണ്, നിന്റെ പേരിൻ്റെ അർത്ഥം കേഫ എന്ന് പറഞ്ഞാൽ പാറ എന്നാണ്, ആ പാറയിൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നൊക്കെ കർത്താവ് പറയുകയാണ്. പ്രിയമുള്ളവരെ, പിന്നീട് എന്താണ്, അവനെ ശക്തീകരിക്കുകയാണ്. ആ ഒരു വേലക്കാരുടെ മുമ്പിൽ പ്രാകുകയാണ്, ഇടുകയും പ്രാകുകയും ഒക്കെ ചെയ്യുന്ന പത്രോസ് മഹാപുരോഹിതൻ്റെ വലിയ ശക്തന്മാരായൊക്കെ ആളുകളുടെ മുന്നിൽ നിന്ന് പറയാം, നിങ്ങൾ പറയുന്നതല്ല ഞങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ പറയുന്നതിനേക്കാളും ദൈവം പറയുന്നത് ചെയ്യുന്നതല്ലേ എൻ്റെ ന്യായം, നിങ്ങൾ എന്തോ പറഞ്ഞാലും ഞങ്ങൾ ഈ നാമത്തിൽ ഇനിയും പറയും എന്നൊക്കെ പറയുന്ന ഒരു ശക്തിയിലേക്ക് പത്രോസ് വന്നു എന്നുള്ളതാണ്. ആ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ നിസ്സഹായതയും നമ്മുടെ ബലഹീനതയും ഒക്കെ ശക്തീകരിക്കുന്നവനായ ഒരു ദൈവം നമ്മോടുകൂടെ ഉണ്ട്. ഇമ്മാനുവേലായ ദൈവം നമ്മോടുകൂടെ ഉണ്ട്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ്. കർത്താവിൻ്റെ ദാസൻ വളരെ ശക്തമായി പറഞ്ഞു. കർത്താവിൻ്റെ ദാസന് 1 മണിക്കൂറൂടെ വേണമായിരുന്നു എന്ന് തോന്നുന്നു. കർത്താവ് സഹായിക്കട്ടെ. താൻ ശുശ്രൂഷ ചെയ്ത ആ ചർച്ചിനെ, എഫ്രാത്ത് ആ ചർച്ചിനെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് തുടർന്നും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രയറിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.